السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين والعاقبة للمتقين وعلى آله وصحبه أجمعين. اللهم أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ويفقهوا قولي. ബഹുമാനാദരം നിറഞ്ഞ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ കാരണവന്മാർ, ഉമ്മകന്മാർ, വിദ്യാർത്ഥിനികൾ, അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വീണ്ടും ഒരു മതപഠന ക്ലാസ്സിൽ ഒത്തൊരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നാം ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും, നാം കേൾക്കുന്ന, പറയുന്ന, പഠിക്കുന്ന ഓരോ വിജ്ഞാനവും നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ നന്മതിന്മകൾ തൂക്കപ്പെടുന്നതായ മീസാനിൽ ഹസനാത്തിൻ്റെ ഭാഗത്ത് അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലമത്രയും അല്ലാഹുവിൻ്റെ ത്വാഅത്തിലും അല്ലാഹുവിൻ്റെ തൃപ്തിയിലുമായി ജീവിക്കുവാനും ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക പിൻപറ്റുവാനും അവിടുത്തെ തിരുസുന്നത്തുകൾ മുറുകെ പിടിക്കുവാനും അല്ലാഹു നമുക്ക് ഭാഗ്യം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ മാനസിക, ശാരീരിക, സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും ഈ ഒരു മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കറിയാം, പരിശുദ്ധമായ റജബ് മാസത്തിലെ അതിശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് നമ്മളൊക്കെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. രണ്ടാമത്തെ പകുതിയിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, റജബ് മാസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന സംഭവബഹുലമായ ഒരു ഇബാദത്താണ്, അതല്ലെങ്കിൽ ഒരു കാര്യമാണ് ഇസ്റാ മിഅ്റാജ് എന്നുള്ളത്. ആ മിഅ്റാജ് രാവ് നമ്മളിലേക്ക് സമാഗതമാവാൻ പോവുകയാണ്. നമുക്കറിയാം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ അതിമഹത്തായ ഇസ്റാ മിഅ്റാജ് സംഭവം ഉണ്ടായത് ഇതുപോലെ ഒരു പരിശുദ്ധമാക്കപ്പെട്ടതായ റജബ് മാസത്തിലാണ്. റജബ് 27 രാവിലാണ്. അതൊരു തിങ്കളാഴ്ചയായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. കേരളക്കരയിൽ മാസപ്പിറവി ദൃശ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം നമ്മുടെ മിഅ്റാജ് രാവ് എന്ന് പറയുന്നത് അടുത്ത വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ച രാവാണ്, അഥവാ ശനിയാഴ്ച രാവാണ്. സാധാരണ നാം നോമ്പനുഷ്ഠിക്കാറുള്ള മിഅ്റാജ് നോമ്പ് അടുത്ത ശനിയാഴ്ച 18-ാം തീയതി ശനിയാഴ്ച, അത് 17-ാം തീയതി ശനിയാഴ്ചയുമാണ് നമ്മുടെ മിഅ്റാജ് നോമ്പ് എന്ന് പറയുന്നത്. സാധാരണ നമുക്കറിയാം, റജബിലെ ഓരോ ദിവസങ്ങളിലും നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം പുണ്യമുള്ളതാണ് എന്നുള്ളത്. പരിശുദ്ധമായ ഇസ്റാ മിഅ്റാജും മനുഷ്യ ചരിത്രത്തിൽ തന്നെ അത്യത്ഭുതകരമായ സംഭവമായിരുന്നു. ഏതെങ്കിലും പ്രവാചക ശ്രേഷ്ഠർക്കോ മലായികത്തുൽ കിറാമിനോ ഇങ്ങനെ ഒരു അനുഗ്രഹം ലഭിച്ചിട്ടില്ല. നമ്മുടെ ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സഞ്ചരിച്ച സഹയാത്രികനായ ജിബ്രീൽ അലൈഹിസ്സലാമക്ക് പോലും
ഒരു ഘട്ടം കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ അവകാശമില്ല. ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉണർവിലും ശാരീരികവുമായിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ഒരുപാട് നവീനവാദികൾ, പുത്തൻവാദികൾ, പുത്തനാശയക്കാർ അത് കേവലം ഒരു സ്വപ്നമായിരുന്നു എന്ന് വാദിക്കുന്നവരുണ്ട്. കേവലം ഒരു സ്വപ്നമായിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അതിൽ യാതൊരു അത്ഭുതവും ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഒരാൾ ഹജ്ജിന് പോയി മടങ്ങി വന്നു, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി തിരിച്ചു വന്നു, ചന്ദ്രനിൽ പോയി വന്നു എന്ന് സ്വപ്നം കണ്ടാൽ അതൊരു അത്ഭുതകരമായ കാര്യമല്ലല്ലോ. അപ്പോൾ ഇസ്രാ മിഅ്റാജിന്റെ ഏറ്റവും വലിയ അത്ഭുതം അത് ശരീരത്തോടു കൂടിയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണ് പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകം എടുത്ത് ഇസ്രാ സൂറത്തിലൂടെ തന്നെ നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ വിഷയം തന്നെ നമുക്കറിയാം. മിഅ്റാജ്, നിസ്കാരം സമ്മാനമായി കിട്ടിയ രാവ് എന്നുള്ളതാണ്. ഈ മിഅ്റാജ് നടക്കുന്നത് നുബുവത്തിന്റെ 11ാം വർഷമാണ്, അഥവാ ഹിജറക്ക് മുമ്പാണ് നടക്കുന്നത്. AD 621 പ്രവാചകത്വത്തിന്റെ 11ാം വർഷം റജബ് 27-ാം രാവ് തിങ്കളാഴ്ചയാണ് മിഅ്റാജ് സംഭവിച്ചത് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. പക്ഷേ തെളിവുകൾ വിരൽ ചൂണ്ടുന്നതും അങ്ങോട്ട് തന്നെയാണ്. ഇസ്രാ ഖുർആൻ കൊണ്ടും മിഅ്റാജ് ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. മക്കയിൽ നിദ്രയിലായിരുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ബുറാഖ് എന്ന വാഹനത്തിന്റെ മുകളിൽ ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മുൻകഴിഞ്ഞ പല പ്രവാചകന്മാർക്ക് ഇമാമായിക്കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചു, പ്രത്യേക പ്രാർത്ഥനയും നടത്തി. ഈ പ്രയാണത്തിനാണ് ഇസ്രാ എന്നറിയപ്പെടുന്നത്. മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കുള്ള ഈ യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ടല്ലോ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലാ മസ്ജിദിൽ അഖ്സ. രാത്രിയിലെ ചുരുങ്ങിയ സമയം കൊണ്ട്, അല്ലേ? പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് ഉണർത്തിയത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്റെ ദാസനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്നും ചുറ്റുഭാഗങ്ങൾ ബറക്കത്താക്കപ്പെട്ട ബാറകനാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ, ചുറ്റുഭാഗവും ചുറ്റുഭാഗവും ബറക്കത്താക്കപ്പെട്ട ആ മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം ചെയ്യിച്ച അല്ലാഹു സുബ്ഹാന വല്ലാത്ത പരിശുദ്ധനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതൊരു സ്വപ്നമായിരുന്നുവെങ്കിൽ നമുക്കറിയാം സുബ്ഹാന എന്നുള്ള പദം ഉപയോഗിക്കൽ എവിടെയാണ്? അത്ഭുതകരമായ അദൃശ്യകരമായ കാര്യങ്ങൾ എടുത്തു ഉന്നയിക്കുമ്പോഴാണ് സുബ്ഹാന ഉപയോഗിക്കൽ, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തൽ. കേവലം ഒരു സ്വപ്നമായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു പരിശുദ്ധിയെ വാഴ്ത്തൽ ഇവിടെ ആവശ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു എല്ലാം ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അല്ലാഹു എല്ലാം കേൾക്കുന്നവരും കാണുന്നവരുമാകുന്നു. ഇവിടെ സുബ്ഹാന എന്ന പദം കൊണ്ട് ആരംഭിക്കുന്ന ഈ സൂക്തം മക്കയിൽ നിന്നും ഫലസ്തീനിലാണ് മസ്ജിദുൽ അഖ്സയുള്ളത്. ആ ഫലസ്തീനിലേക്കുള്ള ഈ അത്ഭുത യാത്രയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മഹാനായ അനസ് ബിൻ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഊതീതു ബിൽ ബുറാഖ് വഹുവ ദാബത്തുൻ അബിയദുൻ തവീൽ. ബുറാഖ് എന്ന മൃഗത്തിന്റെ പുറത്ത് കയറിക്കൊണ്ടാണ് എന്നിലേക്ക് വരപ്പെട്ടത്. ആ ഒരു അബിയലായ വെളുത്ത നിറമുള്ള ഒരു മൃഗമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവിടുന്ന് പറയുന്നുണ്ട്, ഞാൻ ചെരിഞ്ഞു കിടക്കുകയായിരുന്നു. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചു പുലർത്തി, ഹൃദയം പുറത്തെടുത്തു. ശേഷം സംസം വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി
തുടർന്ന് അതിൽ ജ്ഞാനവും വിശ്വാസവും നിറച്ചു. ശേഷം എനിക്ക് യാത്ര ചെയ്യാൻ വാഹനം ബുറാക്കിനെ കൊണ്ടുവരപ്പെട്ടു. ആ ബുറാക്കിന്റെ പ്രത്യേകത പോലും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. വഹുവ ദാബത്തുൽ അബിയറുൻ തബീൽ ഫൗഖൽ ഹിമാർ വദീനൽ ബഗ്ലി. കോവർ കഴുതയേക്കാൾ ചെറുതാണ്, എന്നാൽ കഴുതയേക്കാൾ വലുപ്പമുള്ള വെള്ള നിറത്തിലുള്ള മൃഗമായിരുന്നു അത്. ആ ബുറാക്കിൽ കയറിക്കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നത്. ഞാൻ അതിന് പുറത്തു കയറിയിരുന്നു. അത് എന്നെയും വഹിച്ച് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തി. മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയിൽ ബുറാക്കിന്റെ കടിഞ്ഞാൻ പിടിച്ചിരുന്നത് മീകായിൽ അലൈഹിസ്സലാമായിരുന്നു. യാത്ര നിയന്ത്രിച്ചിരുന്നതോ ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു. ഇസ്രാഈൽ യാത്രക്ക് ഒരുക്കപ്പെട്ട ബുറാക്കി എന്ന സ്പെഷ്യൽ വാഹനം, ആ ബുറാക്കി എന്നുള്ള മൃഗം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ജീവികൾ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 10 ജീവികൾ, ആ 10 ജീവികളിൽ ഒന്നാണെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. പ്രവാചകർ മസ്ജിദുൽ അഖ്സയിലെത്തിയപ്പോൾ സ്വാഗതം അരുളാൻ നമ്മുടെയൊക്കെയും ആദ്യപിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെയുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാരും അവിടെ സന്നിഹിതരായിരുന്നു. തന്റെ വാഹനം, ബുറാഖ് എന്ന വാഹനം നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് ബന്ധിപ്പിച്ചതിന് ശേഷം എല്ലാ പ്രവാചകർക്കുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറിടം ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിനായി ഉദ്ധരിച്ചതായിട്ട് കാണാം. ഖലൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മറത്തു, ഞാൻ നടന്നുപോയി അലാ മൂസാ നബിയുടെ ഖബറിനരികിലൂടെ ഇന്ന ലൈലത്തുൽ അസ്റാബി ഇൻദ കസീബിൽ അഹ്മരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇസ്രാഇന്റെ രാത്രിയാണ് ഇൻദ കസീബിൽ അഹ്മർ. രാത്രി ചമന്ന മണൽ കുന്നിന്റെ സമീപത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറിന്റെ അരികിലൂടെ ഞാൻ എങ്ങനെ നടന്നുപോയി. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച വഹുവ ഖായിമു യുസല്ലി ഫി ഖബരിഹി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഖബറിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് എന്ന് ലോകത്തിന്റെ നേതാവ് ജീവിതത്തിൽ തമാശക്ക് പോലും ഒരു കളവ് പറയാത്ത ഖാതിമുൽ അംബിയാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രേഖപ്പെടുത്തുന്നു. അവിടെ നിന്ന് സഹാബിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. സ്വഹീഹ് മുസ്ലിം വന്ന ഹദീസാണ്. എത്ര കാലം കഴിഞ്ഞാലും പ്രവാചക ശരീരം മണ്ണ് തിന്നുകയില്ല. അത് മണ്ണിനെ അല്ലാഹു നിഷിദ്ധമാക്കിയതാണ്. ഒത്തിരി പഠിപ്പിച്ചല്ലോ. ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ. തീർച്ചയായും അംബിയാക്കളുടെ ശരീരങ്ങളെ തിന്നുന്നത്, അത് ദ്രവിക്കുക എന്നുള്ളത്, അത് ഭൂമിക്ക് അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അത് ഭൂമിക്ക് അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. അമ്പിയാക്കളുടെ മക്ബറകൾക്കും പ്രത്യേകമായ മഹത്വമൊന്നുമില്ലെന്ന ചില ആളുകൾ വാദത്തിന് മുനയിടുന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറിനരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയപ്പോ അവിടുത്തെ നിസ്കാരവും അവിടെയുള്ള നബിയുടെ ദർശനവും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെ അതാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ ഹറമിൽ നിന്ന് ബുറാഖ് എന്ന മൃഗത്തിന്റെ പുറത്ത് കയറിയിട്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് പോവുകയാണ്. അവിടെ പ്രവാചകന്മാർക്ക് ഇമാമായി നിസ്കരിക്കുകയാണ്. അത് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈസാ നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാരും അവിടെ ഉണ്ടായിരുന്നു. ഈ സംഭവത്തിനാണ് ഇസ്രാ എന്ന് പറയുന്നത്. പിന്നെ മസ്ജിദുൽ അഖ്സയിൽ നിന്നാണ് ഈ ഇസ്രായിന് ശേഷം മസ്ജിദുൽ അഖ്സയിൽ നിന്നും വാനലോകത്തേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ യാത്രയാണ്, സഞ്ചാരമാണ് മിഅ്റാജ് എന്നറിയപ്പെടുന്നത്. തന്റെ നിശായാത്രയെ കുറിച്ച് പ്രവാചക വിശദീകരണങ്ങൾ അനവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു
റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഈ ആകാശാരോഹണം, ഈ മിഅ്റാജ് യാത്രയെ പറ്റിക്കൊണ്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഫന്തലക ബി ജിബ്രീലു ഹത്താ അത സമാഅ ദുനിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതാ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് യാത്ര പോവുകയാണ്. 7 ആകാശമാണുള്ളത്. 7 ആകാശത്തിന് മുകളിലാണ് ഹബീബായ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരവും കാത്തുകൊണ്ട് ലോകത്തിന്റെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കുകയാണ്. അങ്ങനെ അതാ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിക്കുന്നു, അവിടുന്ന് പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ കൈ പിടിച്ച് 1-ാം ആകാശത്തിന്റെ കവാടത്തിലെത്തുകയാണ്. മിഅ്റാജിന്റെ ഒന്നാമത്തെ യാത്ര 1-ാം ആകാശത്തേക്കാണ്. അവിടെ എത്തിയപ്പോഴോ അതിന്റെ പരിസരത്തെത്തിയപ്പോ അത് തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് ആ വാതിലിൽ ചോദിക്കുന്നു, മൻഹാദ, ആരാണെന്ന് ചോദിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ജിബ്രീലാണ്. ഉടനെ ചോദിച്ചു, അവൻ മഅക, ആരാണ് അങ്ങയുടെ കൂടെയുള്ളതെന്ന് ചോദിച്ചപ്പോ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയുകയാണ്. നഅം ഖീല മർഹബൻ ബിഹി ഫനിഅമൽ മജീ വഖദ് ഉർസില ഇലൈഹി. മുഹമ്മദിനെ പ്രവാചക ദൗത്യ നിർവഹണത്തിനായി ക്ഷണിച്ചിരിക്കുന്നുവോ? 1-ാം ആകാശോദ്യമാണ്. ജിബ്രീൽ പറഞ്ഞു, നഅം, അതെ, ക്ഷണിച്ചിരിക്കുന്നു. ഉടനെ അതാ നബി തങ്ങൾക്ക് 1-ാം ആകാശത്തിന് സ്വാഗതം നിറയുന്നു. മർഹബൻ, നബിയെ അങ്ങേക്ക് സ്വാഗതം. ബിഹി ഫനിഅമൽ മജീ ഫജാഅ ഫതഹ. അങ്ങനെ അതാ 1-ാം ആകാശത്തിന്റെ കവാടം തുറക്കുകയാണ്. ഫലമാ ഖലസത് ഫൈദാ ബിഹാ ആദം അലൈഹിസ്സലാം. അവിടെ പ്രത്യേകമായി ഉണ്ടായിരുന്ന പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമായിരുന്നു. അങ്ങനെ അതാ മുഹമ്മദ് നബി, താങ്കൾക്ക് സ്വാഗതം, കടന്നു വരൂ. തുടർന്നതാ വാതിൽ തുറക്കപ്പെട്ടു. അതിപിതാവും ആദി മനുഷ്യനുമായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു. ജിബ്രീൽ എന്നോട് പറഞ്ഞു, ഇതാരാണെന്നറിയുമോ? ഇത് താങ്കളുടെ പിതാവാണ്, ആദി മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആദം അദ്ദേഹത്തെ ആദരിക്കൂ. അങ്ങനെ അത് അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ശ്രേഷ്ഠനായ പുത്ര, നിനക്ക് സുസ്വാഗതം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രയോഗം അങ്ങനെയായിരുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വാഗതം ചെയ്തത് മർഹബൻ ബിഇബ്നി സ്വാലിഹി വൻ നബി സ്വാലിഹി. ശ്രേഷ്ഠതയുള്ള സ്വാലിഹായ പുത്ര, സ്വാലിഹായ പ്രവാചക, അങ്ങേക്ക് സ്വാഗതം എന്നുള്ള ആ ഒരു വാക്യമാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉപയോഗിച്ചത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാഗത്തേക്ക് നബി തങ്ങൾ നോക്കുമ്പോ ആദ്യം വലതുഭാഗത്തും ഇടതുഭാഗത്തും മനുഷ്യന്റെ ആത്മാക്കളുണ്ട്. അദ്ദേഹം വലതുവശം നോക്കുമ്പോൾ ചിരിക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. എന്നാൽ ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം വിളർന്നമാവുകയാണ്, സങ്കടം വരികയാണ്, കരച്ചിൽ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് ചോദിച്ചു, അല്ലയോ ജിബ്രീലേ, എന്താണ് വല്ലിപ്പയുടെ ആദം നബി അലൈഹിസ്സലാത്തിന്റെ വസ്സലാമിന്റെ മുഖം ഇതുപോലെ വലത് ഭാഗത്തേക്ക് തിരിയുമ്പോ അദ്ദേഹം പുഞ്ചിരിക്കുന്നുണ്ടോ, ഇടത് ഭാഗത്തേക്ക് തിരിയുമ്പോൾ അദ്ദേഹത്തിന് കരച്ചിൽ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു, ആ വലത് ഭാഗത്തുള്ളത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികളിൽ നിന്ന് സ്വർഗ്ഗാവകാശികളാണ്. ഇടത് ഭാഗത്തുള്ളതോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതകളിൽ നിന്ന് നരകാവകാശികളുമാണ്. തുടർന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നെയും കൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോയി 2-ാമത്തെ ആകാശത്തിലെത്തി.
അവിടെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒന്നാം ആകാശത്തിന്റെ ചോദ്യം ആരാണ്? ജിബ്രീലാണ്. ആരാണ് കൂടെയുള്ളത്? മുഹമ്മദാണ് എന്നുള്ള ആ ഒരു അതേ ആവശ്യം തന്നെ അവിടുന്ന് വീണ്ടും പറയുകയാണ്. അങ്ങനെ വാതിൽ തുറക്കുന്നു. അവിടെ വെച്ചാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നത്. ഒന്നാം ആകാശത്തുണ്ട് ആദം നബിയെ കണ്ടു, രണ്ടാം ആകാശത്തുണ്ട് ഈസാ നബിയെയും കണ്ടു, അതുപോലെ തന്നെ യഹ്യാ നബിയെയും കാണുകയാണ്. എന്നിട്ട് അവിടെ പരിചയപ്പെടുത്തി കൊടുത്തു, ഇത് യഹ്യാ നബിയാണ്, ഇത് മൂസാ നബിയാണ്, രണ്ടുപേരോടും സലാം പറയൂ. അങ്ങനെ നബി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രണ്ടുപേർക്കും സലാം കൊടുക്കുകയാണ്. രണ്ടുപേരും സലാം അടക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാഗതം ചെയ്തു. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് മൂന്നാം ആകാശത്തിലേക്ക് പോവുകയാണ്. സുമ്മ സഈദ ബി ഇലസ്സമാഇ ഖാലിദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൊണ്ട് മൂന്നാം ആകാശത്തെ കയറി. ഇവിടുന്ന് ഒന്നാം ആകാശത്തിലുള്ള ചോദ്യം, രണ്ടാം ആകാശത്തിലുള്ള ചോദ്യം, അതേ ചോദ്യം തന്നെ. ആരാണ് കൂടെയുള്ളത്? ജിബ്രീലാണ്. ആരാണ് കൂടെയുള്ളത്? പ്രവാചക നിർവഹണത്തിന് വേണ്ടി വന്നതാണോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ നിന്നും സലാം പറയുന്നു. അവിടെ വെച്ചുകൊണ്ട് മൂന്നാം ആകാശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യൂസുഫ് നബിയെയാണ് കാണുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാം സലാം അടക്കിയതിനു ശേഷം നബിതങ്ങളെ അവിടെ നിന്ന് സ്വാഗതം ചെയ്തു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടതിനെ കുറിച്ച് പ്രവാചകന്റെ വിവരണം. യൂസുഫ് നബി നമുക്കറിയാം, പ്രവാചകർ കഴിഞ്ഞാൽ ഏറ്റവും സൗന്ദര്യമുള്ള ആളാണ് യൂസുഫ് നബി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശത്രുൽ ഹുസ്നി ഊതിയ ശത്രുൽ ഹുസ്നി, ഭൂമിയിലെ പകുതി സൗന്ദര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത്രയും പ്രഭയോടുകൂടിയാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത്. അങ്ങനെ യൂസുഫ് നബിയെയും കണ്ടു. നാലാം ആകാശത്തേക്ക് ചരിത്രം വളരെ വിശാലമാണ്, ചുരുക്കി പറയാം. അങ്ങനെ അവിടെ നിന്ന് നാലാം ആകാശത്തേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ചുകൊണ്ടാണ് ഇദീം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നത്. മുമ്പുള്ളതേപോലെ തന്നെ ആരാണ് ചോദിച്ചു, നിബിധങ്ങളാണെന്ന് പറഞ്ഞ് നിബിധങ്ങളെ പ്രവാചകത്തിനായി ക്ഷണിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു. ആ നിബിധങ്ങൾക്ക് അവിടെ നിന്നും സ്വാഗതം പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നും അഞ്ചാം ആകാശത്തേക്ക് പുറപ്പെടുകയാണ്. അഞ്ചാം ആകാശത്ത് ഞാനും ജിബ്രീൽ നിബിധങ്ങൾ പറയുന്നു, ഞാനും ജിബ്രീലും ആകാശയാത്ര കൊണ്ടിരുന്നു. അങ്ങനെ അഞ്ചാം ആകാശത്തെത്തിയപ്പോ ആ പതിവ് ചോദ്യം തന്നെ ആവർത്തിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആനയിച്ചു. ആ സമയത്ത് അവിടെ ഹാറൂൻ നബിയാണ് ഉണ്ടായിരുന്നത്. ഹാറൂൻ നബിക്ക് സലാം പറഞ്ഞു. മടങ്ങിയ ശേഷം അദ്ദേഹം പ്രവാചകന് സലാം നൽകുകയും ചെയ്തു, സ്വാഗതം ചെയ്തു, മറഹം പറഞ്ഞു. അങ്ങനെ തുടർന്നതാ അല്ലാഹു ഹബീബായ മുത്തുനബി ആറാം ആകാശത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇനി ഇവിടുത്തെ ഒരു ആകാശമാണുള്ളത്. ആ ആറാം ആകാശത്തേക്ക് പ്രവേശിച്ചപ്പോ അവിടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അല്ലാഹുവിന്റെ ഹബീബ് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ വെച്ച് കണ്ടുമുട്ടുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. ഇവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം. നമ്മുടെ മർമ്മം നിസ്കാരം സമ്മാനമായി കിട്ടിയതാവാൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നത് ആറാമത്തെ ആകാശത്ത് വെച്ചുകൊണ്ടാണ്. മൂസാ നബിയും പ്രവാചകർക്ക് സ്വാഗതം നൽകി. മൂസാ നബിയും കടന്നു മുന്നോട്ട് നീങ്ങുമ്പോ അദ്ദേഹം കരയുകയാണ്. മൂസാ നബി അലൈഹി സ്വലാം കിട്ടിയ ഏഴാം ആകാശത്തേക്ക് പോകുമ്പോ നബി തങ്ങളുടെ അഭിവാദം ചെയ്തപ്പോ സ്നേഹത്തോടെ അഭിവാദം ചെയ്ത മൂസാ നബിക്ക് നബി തങ്ങൾ പിരിയുമ്പോ ഏഴാം ആകാശത്തിൽ വീഴുന്നതിന് മുമ്പ് മൂസാ നബിയുടെ മുഖം വാടുകയാണ്, ഒരു വിഷമം വരികയാണ്. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്തിനാണ് അങ്ങ് കരയുന്നത്? അപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്, ഗുലാമുൻ ബുഇസ ബഅദ യദ്ഖുലുൽ ജന്ന മിൻ ഉമ്മതിഹി അക്തർ മിമ്മൻ യദ്ഖുലുഹാ മിൻ ഉമ്മതി. എനിക്കു ശേഷം നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ സമുദായം എന്റെ സമുദായത്തെക്കാൾ, എന്റെ ഉമ്മത്തിനേക്കാൾ കൂടുതൽ
സ്വർഗത്തിൽ പ്രവേശിക്കുമല്ലോ എന്നോർത്തപ്പോ എന്റെ സമുദായത്തിന്റെ ആ ഒരു നിർഭാഗ്യം ആരോപിച്ചുകൊണ്ടാണ് എനിക്ക് കരച്ചിൽ വന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ ഇതിന് മനസ്സിലാക്കാൻ എന്താ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തെക്കാൾ ഒരുപാട് കൂടുതൽ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്ത് സ്വർഗ്ഗത്തിൽ ഉണ്ടാകുമെന്നാണ്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരെക്കാൾ നമ്മുടെ നബിക്കുള്ള പ്രത്യേകതയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്കുകളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗീയ അവകാശം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവിടെ അങ്ങോട്ട് അല്ലാഹുവിന്റെ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഹറാമാകാശം വിട്ട് ഏഴാനാകാശത്തേക്ക് പുറപ്പെടുകയാണ്. ഏഴാനാകാശത്ത് വെച്ചുകൊണ്ടാണ് പിതാമഹനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകർക്ക് സലാം പറഞ്ഞു. നബി തങ്ങളെ ആർദ്രമായി സ്വീകരിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ട സംഭവം വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമയത്തുണ്ടല്ലോ, ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബൈത്തുൽ മഅ്മൂറിലേക്ക് ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ഇതാ ഇബ്രാഹിം നബിയായിരുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബൈത്തുൽ മഅ്മൂറിലേക്ക് ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. എന്താണ് ബൈത്തുൽ മഅ്മൂർ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബൈത്തുൽ മഅ്മൂർ ചാരി നിൽക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്നു. അപ്പോ അനസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, ജിബ്രീൽ എന്നെയും കൊണ്ട് ഏഴാനാകാശത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെത്തുമ്പോൾ ഇബ്രാഹിം നബിയുണ്ട്. ഇബ്രാഹിം നബിയതാ ബൈത്തുൽ മഅ്മൂറിലേക്ക് ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ഒരുപാട് വിശദീകരിക്കാനുണ്ട്, ചുരുക്കി പറയട്ടെ. ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളുടെ ആരാധനാ കേന്ദ്രമാണല്ലോ കഅബ എന്നുള്ളത്. ആ കഅബയാണ്, ബൈത്തുള്ളയാണ്. ആ കഅബയുടെ നേരെ മുകളിലായിട്ട് ഏഴാനാകാശം സ്ഥിതി ചെയ്യുന്ന ഭവനമാണ് ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒറ്റ തവണയായിട്ട് ഇറക്കിയത് ബൈത്തുൽ മഅ്മൂറിലേക്കാണ്. ആ ബൈത്തുൽ മഅ്മൂറിൽ സംഭവ ബഹുലമായ സന്ദർഭോചിതമായ സന്ദർഭങ്ങൾക്കനുസരിച്ചുകൊണ്ട് 23 വർഷങ്ങൾ കൊണ്ടാണ് ഭൂമിയിലേക്ക് പരിശുദ്ധ ഖുർആൻ അല്ലാഹു അയച്ചിട്ടുള്ളത്. ആ ബൈത്തുൽ മഅ്മൂർ അവിടെ മലക്കുകൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബൈത്തുൽ മഅ്മൂറിനെ പറ്റി പറയുകയാണ്, ലമ്മാ അർജബി മലക്കും ഇലസ് സമാഇ സാബിഅത്തൻ ഇൻദഹൈതു ഇലാ ബിനാ. ഒരു കൊട്ടാരമാണ്, ഒരു കൊട്ടാരത്തിനടുത്തെത്തിയിട്ട് ഞങ്ങൾ എത്തുകയാണ്. അപ്പൊ ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലേ ഇതെന്താണ്? അപ്പോഴാണ് അവിടെ നിന്ന് പറയുന്നത്, ഇതുണ്ടല്ലോ ആകാശത്തിലുള്ള ഒരു കൊട്ടാരമാണ്, ഇത് അള്ളാഹു മലക്കുകൾക്ക് വേണ്ടി തയ്യാർ ചെയ്തതാണ്. അവിടെ ഓരോ ദിവസവും 70,000-ലധികം മലക്കുകൾ ദിനേന ഈ ഭവനത്തിൽ റബ്ബിനെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. റബ്ബിനെ വാഴ്ത്തുന്നു എന്ന് മാത്രമല്ല, 70,000 മലക്കുകളുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വട്ടം അതിനൊരു മലക്ക് വന്നാൽ പിന്നീട് ഒരു മലക്ക് അതിലേക്ക് പോകില്ല. അപ്പൊ വേറെ വേറെ മലക്കുകൾ അല്ലാഹു സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും മലക്കുകൾ ഇങ്ങനെ പെരുകി വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ മലക്കു എണ്ണം നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്. അങ്ങനെയാണ് ബൈത്തുൽ മഅ്മൂറിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്.
അങ്ങനെ ബൈത്തുൽ മഅമൂർ എന്ന പദത്തിന്റെ അർത്ഥം എപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന പെരുമാറുന്ന ഭവനമെന്ന. എപ്പോഴും മലക്കുകൾ അതിനെ തവാഫ് ചെയ്യുകയാണ്, അവിടെ ഇത്തികാഫിരിക്കുകയാണ്, മറ്റു സൽക്കർമ്മങ്ങളുമായി ധന്യമാവുകയാണ്. ഈ ബൈത്ത് പെരുമാറപ്പെടാതെ ഒരു സമയവുമില്ലതാനും എല്ലാ സമയം മലക്കുകളുടെ ഇബാദത്തുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭവനമാണ് ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അത് കഴിഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയെയും കൊണ്ട് സിദ്റത്തുൽ മുന്തഹയിലേക്ക് നീങ്ങുകയാണ്. സിദ്റത്തുൽ മുന്തഹ 7ാം ആകാശത്താണോ അതിൽ 6ാം ആകാശത്താണോ എന്ന് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു മേഖലയാണ്. സിദ്റത്തുൽ മുന്തഹയെ പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയുമോ? സുമ്മ റുഫിഅതു ഇലയ്യ സിദ്റത്തുൽ മുന്തഹ ഫഇദാ നബ്ഖുഹാ മിത്ലു ഖിലാലി ഹജർ فإذا ورقها مثل آذان الفيلة قال هذه سدرة المنتهى. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സുമ്മ റുഫിഅത് ഇലയ്യ സിദ്റത്തുൽ മുന്തഹ, തുടർന്ന് എന്നെ സിദ്റത്തുൽ മുന്തഹയിലേക്ക് ആനയിക്കപ്പെട്ടു. എന്താണ് സിദ്റത്തുൽ മുന്തഹ എന്ന് പറഞ്ഞാൽ? വഇദാ നബ്ഖുഹാ മിത്ലു ഖിലാലി ഹജർ, അതുണ്ടല്ലോ ആ വൃക്ഷത്തിന്റെ ഫലങ്ങൾ ഫജറിലെ വലിയ തോൽക്കുടങ്ങളെ പോലെയാണ്. അതിലുള്ള ഇലകളോ ആനയുടെ ചെവി പോലെയുള്ളതായ ഒരു വൃക്ഷമാണ് സിദ്റത്തുൽ മുന്തഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. അത് മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെ കൂടി പറയുന്നു, ഫലമ്മാ ഖശിയ മിൻ അംരില്ലാഹി മാ ഖശിയ തഗയ്യറത ഫമാ അഹദും മിൻ ഖലഖില്ലാഹി യസ്തതിഉ അൻ യൻഅതഹാ മിൻ ഹുസ്നിഹാ. അള്ളാഹു പ്രത്യേകം കാരുണ്യം ആവരണം ചെയ്തപ്പോ അതിന് ആകെ മാറ്റം സംഭവിച്ചു. അത് വർണ്ണിക്കാൻ സൃഷ്ടികൾ അശക്തരാണ്. അത്രയും മഹത്തരമുള്ള ഒരു സംഗതിയാണ് സിദ്റത്തുൽ മുന്തഹ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. ഇതാണ് സിദ്റത്തുൽ മുന്തഹ. അന്നേരം അവിടെ 4 എന്തുകൾ കാണപ്പെട്ടു. നബി തങ്ങൾ ചോദിച്ചു, ഇതെന്താണ്? ജിബ്രീൽ പറഞ്ഞു, 2 സ്വർഗീയ നദികളും പിന്നെ നൈൽ നദിയും യൂഫ്രട്ടീസ് നദിയുമാണത്. ഈ നദികൾ ആരംഭം കുറിക്കുന്നത് സ്വർഗീയ ലോകത്ത് നിന്നാണ്. ഭൂമിയിൽ ഏതെങ്കിലുമൊക്കെ പർവ്വത നിരത്തിൽ നിന്നാണെങ്കിൽ ആ പർവ്വതത്തിലേക്ക് ജലഗണികൾ എത്തിച്ചത് ആകാശ ലോകത്ത് നിന്നാണ്. പരിശുദ്ധ ഖുർആൻ എന്നത് വ്യക്തമായി പറഞ്ഞതല്ലേ, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറാ, നാം ആകാശ ലോകത്ത് നിന്നാണ് ശുദ്ധജലം ഇറക്കിയെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെ സിദ്റത്തുൽ മുന്തഹ ചെയ്യുന്നത് 6ാം ആകാശത്തിൽ എന്നാണ് അഭിപ്രായം. കുറഞ്ഞ അഭിപ്രായം ഹദീസുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. എന്നാൽ അധികരിച്ച ഹദീസുകളും 7ാം ആകാശം എന്നാണ് മഹാനായ ഖാദി റഹ്മത്തുള്ളാഹി പറയുന്നു, കൗനുഹാ ബിസാബിയത്തി വൽ സഹീഹ്. ഈ സിദ്റത്തുൽ മുന്തഹ 7ാം ആകാശം എന്നതാണ് പ്രബലമായ വീക്ഷണം. അപ്പൊ മുന്തഹ അഥവാ അവസാനം എന്ന വിശേഷണം ഈ അഭിപ്രായത്തെ ബലപ്പെടുത്തുന്നുണ്ട്. 2 രൂപത്തിൽ വന്ന ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം നഹ്വി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. 2 ഹദീസുകൾക്കിടയിൽ ഭിന്നതകളില്ല. ഹദീസിൽ ഇങ്ങനെ യോജിക്കാം. ആ വൃക്ഷത്തിന്റെ തുടക്കം 6ാം ആകാശം ആരംഭിക്കുന്നു. അതിന്റെ ഇലകൾ മുരട് 6ാം ആകാശത്തും അതിന്റെ ഇലകളും കൊമ്പുകളുമെല്ലാം 7ാം ആകാശത്തുമാണ്. അതിനപ്പുറത്തേക്കും വ്യാപിച്ചു കിടക്കുന്നു. അടിസ്ഥാനം 6ാം ആകാശത്തും പ്രധാന ഭാഗങ്ങളെല്ലാം 7ാം ആകാശം നിലകൊള്ളുന്ന വളരെ വലിയ സ്വർഗീയ വൃക്ഷമാണ് സിദ്റത്തുൽ മുന്തഹ. അതിനെ പരിചയപ്പെടുത്താൻ മനുഷ്യൻ അബലനാണ്, അതോ മനുഷ്യന് കഴിയില്ല എന്നർത്ഥം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനിയാണ് പ്രധാന ചടങ്ങ്. അവിടേക്ക് ക്ഷണം പ്രവാചകർക്ക് മാത്രമാണ്, ഒറ്റക്ക് പോകണം. ഇനിയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത്. അവിടെ ജിബ്രീലിന് പ്രവേശനമില്ല, മറ്റാർക്കും പ്രവേശനമില്ല. മുനാജാത്ത് മുലാഖാത്ത് നടക്കുന്നവിടെയാണ്. സിദ്റത്തുൽ മുന്തഹ വരെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട്. ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെയും മറുപടിയുണ്ട്. സ്വർഗവും നരകവും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വർഗീയ അവകാശികളുടെ വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നരകത്തിൽ വെച്ചുകൊണ്ട് പല ആളുകളെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. സമയം നിറമീയമാണ്. സമയമുണ്ടെങ്കിൽ എല്ലാം നമുക്ക് വിശദീകരിക്കാം. നോക്കൂ, അങ്ങനെ സിദ്റത്തുൽ മുന്തഹയിൽ നിന്നും നബിതങ്ങൾ യാത്ര തുടരുന്നത് ഏകനാൻ. യാത്രാരംഭം മുതൽ പ്രവാചകൻ മുന്നോട്ട് നയിച്ച നബിയുടെ സംശയങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി നൽകിയ ജിബ്രീൽ അലൈഹിസ്സലാം തൽക്കാലം പിൻവാങ്ങുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട്
തനിക്ക് പ്രവേശനമില്ലെന്ന് നബിയെ ഉണർത്തി. ഭയം കൂടാതെ ഗമിക്കാൻ ആത്മവിശ്വാസം നൽകി. ചെറുപ്പം മുതൽ പ്രവാചക വേദികളിൽ നാം കേട്ടുവരുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ദഅനി തഖദ്ദമു യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തനാജി റബ്ബികൽ ഖുയൂമാ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ദഅനി, എന്നെ വിട്ടുകൊണ്ട് താങ്കൾ ഭയപ്പെടാതെ മുന്നോട്ട് പോകുക, റബ്ബിനോട് മുനാജാത്ത് സായുജ്യമടയുക. ഭൂമിയിൽ അന്നോളം ആർക്കും എത്തിച്ചേരാൻ കഴിയാത്ത, ഇനി ഒട്ടും സാധിക്കുകയുമില്ലാത്ത പ്രത്യേക തലത്തിൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ വിശിഷ്ടാദിയായി എത്തിയിരിക്കുകയാണ്. മലക്കുകളുടെയും മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെയും ഹാർദവവും ഊഷ്മളവുമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് മസ്ജിദുൽ ഹറമിൽ നിന്നും തുടങ്ങിയ മസ്ജിദുൽ അഖ്സയിലൂടെ ആകാശഗംഗയിലെത്തിയ ആ അതിവേഗ ബഹുദൂര യാത്ര സിദ്റത്തുൽ മുന്തഹിയും കടന്ന് റബ്ബിന്റെ സന്നിധിയിൽ അർശിൻ എത്തി നിൽക്കുന്നു. ആ പ്രയാണത്തിൽ ഏറ്റവും പ്രധാന സംഭവം റബ്ബുമായുള്ള സംഗമം തന്നെയാണ്. ചരിത്രത്തിൽ ആദ്യമായി സൃഷ്ടാവും പ്രധാന സൃഷ്ടിയും സംഗമിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സൃഷ്ടാവും ഈ ഭൂമി പടക്കാൻ കാരണക്കാരനായ സൃഷ്ടിയും സംഗമിക്കുകയാണ്. നയനാനന്ദകരമായ റബ്ബിന്റെ അവർണ്ണീയ രൂപം ദർശിച്ച് സായുജ്യമടയാൻ, കർണഭൂടങ്ങൾ തരളിതമാകുന്ന സുന്ദര ശബ്ദം ശ്രവിച്ച് കോൾമയിൽ കൊള്ളാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുകയാണ്. അള്ളാഹുവിന്റെ ദാത്തിനോടും സിഫാത്തിനോടും യോജിക്കും വിധം മനുഷ്യ ചിന്തകൾക്ക് അതീതമായ രൂപത്തിൽ ആ സംഗമം സംഭവിച്ചു. ആ സംഗമത്തിന്റെ പ്രാരംഭം ഇങ്ങനെയായിരുന്നു. റബ്ബിന്റെ സമക്ഷത്തിലേക്ക് പ്രവേശിച്ചു. മനസ്സിലും ആത്മാവിലും അള്ളാഹു അല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ല. യഥാർത്ഥ ദർശനത്തിന് മുമ്പ് അകക്കണ്ണ് കൊണ്ട് അള്ളാഹുവിനെ കാണുന്ന ആ അവസരത്തില് നാവിലൊഴുകിയെത്തുന്ന മനോവികാരത്തിന്റെ ശബ്ദാവിഷ്കാരമായ അത്തഹിയാത്താണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാരംഭ അഭിവാദ്യമായി തുടങ്ങിയത്. തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. യഥാർത്ഥം എല്ലാ കാഴ്ച വസ്തുക്കളും നന്മകളും സൽക്കർമ്മങ്ങളും അള്ളാഹുവിനാണ്. റബ്ബിന്റെ അഭിവാദ്യം ഇങ്ങനെയായിരുന്നു, അസ്സലാമു അലൈക യാ അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിയെ, താങ്കൾക്കും റബ്ബിന്റെ രക്ഷയും കരുണയും അനുഗ്രഹവും ഉണ്ടാവട്ടെ. ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങൾ, ഇസ്റാ മിഅ്റാജിന്റെ രാത്രി അല്ലാഹു അഭിവാദനം ചെയ്തപ്പോ അല്ലാഹു നബി തങ്ങൾക്ക് സലാം പറഞ്ഞത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ ഒരു സംഗമത്തിൽ പോലും, നയനാനന്ദകരമായ ആ കാഴ്ചയിൽ പോലും നമ്മളെ ഹബീബ് മറന്നില്ല. ഉടനെ അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ച് അല്ലാഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നമ്മളെല്ലാം നമസ്കാരം ചൊല്ലുന്നവരല്ലേ? അത് ചൊല്ലിയിട്ട് നിസ്കാരമല്ലോ, നിസ്കാരത്തിന്റെ ഫറളല്ലേ? അതിന്റെ ഉത്ഭവം നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിനെ കണ്ടുമുട്ടിയപ്പോൾ നമുക്ക് വേണ്ടി ചെയ്ത പ്രാർത്ഥനയാണ് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. സലാമു അലൈന, നമുക്കും വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, മുഴുവൻ സജ്ജനങ്ങൾക്കും അല്ലാഹുവിന് രക്ഷയുണ്ടാവട്ടെ എന്ന പ്രാർത്ഥന അല്ലാഹുവിനെ നേരിൽ കണ്ടുകൊണ്ട് കൺകുളിർമയായി കൊണ്ട് പറഞ്ഞ വചനമാണ്. സൂറത്തു യാസീൻ 58-ാമത് വചനത്തിൽ വിശദീകരണത്തിൽ റൂഹുൽ മആനി മിർഖാത്തിൽ ഈ സമ വിശദീകരിക്കുന്നുണ്ട്. ശേഷം അല്ലാഹുവും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരവധി കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ദുനിയാവിനെ കുറിച്ച്, ആഖിറത്തെ കുറിച്ച്, ഖിയാമത്ത് നാളിനെ കുറിച്ച്, ഇങ്ങനെ അനവധി നിരവധി കാര്യങ്ങൾ റബ്ബുമായിട്ടതാ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ മുഖേന വഹിയായും അതുപോലെ ഇൽഹാമായും റബ്ബിൽ നിന്നും കാര്യങ്ങൾ അറിയിക്കപ്പെട്ടിരുന്നത് പോലെ മിഅ്റാജ് രാത്രിയിൽ കുറെ കാര്യങ്ങൾ നേരിട്ട് തന്നെ അല്ലാഹുവിൽ നിന്ന് പ്രവാചകനിലേക്ക് ആവാഹിക്കപ്പെട്ടു. സംഭാഷണാന്ത്യം സൃഷ്ടാവിൽ നിന്നും സമ്മാനമായി 50 വക്ത് നിസ്കാരം ലഭിച്ചു. നബിതങ്ങൾ 50 നിസ്കാരമായിട്ടാണ് അവിടെ നിന്ന് ആ സംഭാഷണം അവസാനിക്കുന്നത്. അതുമായി തിരിച്ചിറങ്ങുമ്പോ 6-ാം ആകാശത്ത് വെച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. അല്ലാഹുവിനെ കണ്ട സന്തോഷം അവിടെ നിന്ന് പറഞ്ഞു. ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞു.
ഈ വിഷയം മുമ്പ് പ്രതിപാദിച്ച ഹദീസിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ثم فرضت علي الصلوات الخمسين صلاة كل يوم. പിന്നീട് 50 വക്ത് നിസ്കാരം യാത്രി സമ്മാനമായി എനിക്ക് നൽകപ്പെട്ടു, എനിക്ക് ഫറളാക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ആ മടക്കയാത്രയിൽ ആറാനാകാശത്ത് വെച്ചുകൊണ്ട് മറജഅതു, അതിന്റെ മടക്കയാത്രയിൽ മററത്തു അലാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, ബിമാ ഉമിറതു ബി 50 സലാത്ത കുല്ല യൗമിൻ. റബ്ബിനെന്താ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ സമ്മാനമായിട്ട് കിട്ടിയത് 5 നിസ്കാരം കിട്ടിയിട്ടുണ്ട്. നിസ്കാര സമ്മാനമായി ലഭിച്ച അദ്ദേഹത്തെ അറിയിച്ചു. ഉടനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്, ഇന്ന ഉമ്മതക ലാ തസ്തതിഉ 50 സലാത്തൻ കുല്ല യൗം. നിങ്ങളുടെ ഉമ്മത്തിന് ഒരു ദിവസം 50 വക്ത് നിസ്കരിക്കാൻ സാധിക്കുകയില്ല നബിയേ. വഇന്നി വല്ലാഹി ഖദ് ജറബതു الناس ഖബലക. ഞാനിത് പരീക്ഷിച്ചു നോക്കിയതാണ്. എൻ്റെ സമുദായമായ ബനൂ ഇസ്രായേലിൽ ഞാനിത് പരീക്ഷിച്ചതാണ്. പക്ഷേ ഞാൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് നബിയെ സമ്മാനമാണ് അങ്ങയുടെ ഉമ്മത്തിന് സാധിക്കൂല, പ്രയാസമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അങ്ങ് റബ്ബിലേക്ക് മടങ്ങി പോവണം. ഫസലു, എന്നിട്ട് ചോദിക്കണം, അങ്ങയുടെ ഉമ്മത്തിന് ഇന്ന് ലഘൂകരിച്ചു തരാൻ വേണ്ടി പറയണം. പറ്റുന്ന പണിയെ കൊടുക്കാൻ പറ്റുള്ളൂ. പറ്റാത്ത പണി കൊടുത്താൽ ജനങ്ങൾക്ക് പ്രയാസമായിരിക്കും. നിങ്ങൾ റബ്ബിലേക്ക് തിരിച്ചു പോകണം എന്ന് ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു ബോധിപ്പിച്ചു കൊടുത്തത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടിച്ചു നിന്നു. പക്ഷേ മൂസാ നബി നിർബന്ധിച്ച് പറഞ്ഞയച്ചു, റബ്ബിലേക്ക് പോവുകയാണ്. അങ്ങനെ അതാ 5 വക്ത് കുറച്ചു കൊടുത്തു. 45 വക്തുമായിട്ട് വീണ്ടും മൂസാ നബി മുമ്പിലെത്തി. അപ്പോഴും മൂസാ നബി പഴയ അതേ പല്ലവി തന്നെ ആവർത്തിച്ചു, നടക്കൂല നബിയെ, പ്രയാസമാണ്, അങ്ങയുടെ ഉമ്മത്തിനിത് നിലനിർത്താൻ കഴിയൂല, അങ്ങ് മടങ്ങി പോകണം, ചുരുക്കിത്തരാൻ പടച്ചോനോട് പറയണം. എന്ന് ആലോചിക്കണം, നമുക്ക് സമ്മാനമായി കിട്ടിയത് അത് കൊണ്ടുപോയിട്ട് ഇത്ര വേണ്ട, ചെറുത് തരണം എന്നുള്ള വർത്തമാന നിബിധങ്ങൾക്ക് പറയേണ്ടി വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പോയി, വീണ്ടും 5 കുറച്ചു. അങ്ങനെ 9 തവണ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലെത്തും, നബി തങ്ങൾ തിരിച്ചയക്കും. അങ്ങനെ 9 റബ്ബിന്റെ സന്നിധിയിലെത്തിയിട്ട് ഓരോ 5 വക്ത് കുറച്ച് അവസാനം 5 വക്തായി. അങ്ങനെ അതാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തെത്തിയപ്പോ വീണ്ടും പറഞ്ഞു, നബി 5ഉം കഴിയൂല, പ്രയാസായിരുന്നു ഉമ്മത്തിന്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഅൽതു റബ്ബി ഹത്തസ്തഹയതു വലാകിന്നി അർലാ വഉസല്ലിമു. എനിക്ക് പോകാൻ മടിയാണ്, ലജ്ജ തോന്നുന്നു, എനിക്ക് ലഘൂകരണം തേടാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. അതുകൊണ്ട് ഈ 5 വക്ത് ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. വലാകിന്നി അർലാ, ഞാൻ സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. അങ്ങനെ അതാ കാലബലമ്മ അവിടെ നിന്ന് പോയപ്പോ ഒരു വിളിയാളം കേൾക്കുകയാണ്. എന്താണ് ആ വിളിയാളം എന്നറിയുമോ? അംലൈതു ഫരീലതി വഖഫഫതു അൻ ഇബാദി. എന്റെ ഫറളിനെ ഞാൻ വീട്ടിയിരിക്കുന്നു, സൃഷ്ടികളെ തൊട്ട് ഞാൻ ലഘുവാക്കി കൊടുത്തു. എന്റെ ഫറളിനെ ഞാൻ വീട്ടിയിരിക്കുന്നു, സൃഷ്ടികളെ തൊട്ട് ഞാൻ ലഘുവാക്കി കൊടുത്തു. എന്താണർത്ഥം? 50 വക്ത് എന്ന എന്റെ ഫറള് പ്രവാചകന്റെ അഭ്യർത്ഥന പ്രകാരം സൃഷ്ടികൾക്ക് 5ആയി കുറച്ചെങ്കിലും പ്രതിഫലം കുറച്ചില്ല. പ്രതിഫലം 50 വക്തിൻ്റെത് തന്നെയാണ്. ശേഷമതാ സൃഷ്ടാവിൽ നിന്നും 50 വക്ത് നിസ്കാരത്തിന്റെ പ്രതിഫലമുള്ള 5 വക്ത് നിസ്കാരവും സമ്മാനവുമായി പ്രഭാതത്തിന് മുമ്പ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ തിരിച്ചെത്തി. ഈ യാത്രയാണ് മിഅ്റാജ് എന്നറിയപ്പെടുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ യാത്രയാണ് ലോകത്ത് അന്നോളം സൃഷ്ടിക്കപ്പെട്ട ഒരാൾക്കും ലഭിക്കാത്ത ഭാഗ്യം പ്രവാചകർ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ചു. ഖുർആനിലും നിരവധി ഹദീസ് വചനങ്ങളിലും ഈ ചരിത്ര മഹാത്ഭുതം അനിഷേധ്യമാവിധം ശീതീകരിക്കപ്പെട്ടിട്ടുണ്ടോ? മിഅ്റാജ് സത്യമാണോ സ്വപ്നമാണോ? പല ആളുകളും
പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് പല നവീനവാദികളുടെ വാദം ഇസ്രാ മിറാജും സ്വപ്നമാണ് എന്നാണ്. ശുദ്ധ വങ്കത്തരം എന്ന് ഇതിനൊക്കെ പറയാൻ പറ്റൂ. സ്വപ്നത്തിൽ ഈ 7 ലോകവും ചുറ്റിത്തിരിയാൻ ഏതൊരാൾക്കും നിമിഷാർത്ഥം കൊണ്ട് സാധിക്കും എന്നിരിക്കെ വിശുദ്ധ ഖുർആൻ അത്ഭുത സൂചന നൽകുന്ന സുബ്ഹാന എന്ന പദം കൊണ്ട് തുടക്കമിട്ട് ഈ സഞ്ചാരം എങ്ങനെ സ്വപ്നയാകും? ഈ യാത്ര രൂപത്തെക്കുറിച്ചും ഇത് സ്വപ്നലോകം നടന്നതോ അതോ ശാരീരികമായി തന്നെയാണോ പ്രയാണം ചെയ്ത് എന്ന ചോദ്യങ്ങളുടെ മറുപടി ഖുർആനിന്റെ പദങ്ങൾ തന്നെ സ്വയം നൽകുന്നുണ്ട്. അല്ലേ? ഫസ്റ്റ് ഉസ്താദ് നിങ്ങൾ ശ്രദ്ധിച്ചോ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, സുബ്ഹാനല്ലദീ തന്റെ ദാസനെ അപ്രയാണത്തിന് കൊണ്ടുപോയവൻ പരിശുദ്ധൻ എന്ന ഖുർആൻ വീരണം തന്നെ ഇത് വലിയൊരു അസാധാരണ സംഭവമാണെന്നും അള്ളാഹുവിന്റെ അപാരമായ കഴിവുകൊണ്ട് മാത്രം പ്രകടമായതാണെന്ന് വ്യക്തമാകുന്നു. ഏതെങ്കിലും ഒരാൾ സ്വപ്നത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കാണുകയോ അബോധാവസ്ഥയിൽ വെളിപ്പാട് മനസ്സിലാവുകയോ ചെയ്യുന്നത് തന്റെ അടിമക്ക് സ്വപ്നം കാണിക്കുകയോ വെളിപ്പാട് കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുകയോ ചെയ്ത നാഥൻ എല്ലാ വൈകല്യങ്ങളിൽ നിന്നും ദൗർബല്യങ്ങളിൽ നിന്നും പരിശുദ്ധനാണെന്ന് നമുക്ക് തന്നെ പറയാൻ കഴിയുമല്ലോ. മാത്രമല്ല ഇസ്രാ സൂറത്തിലൂടെ വളരെ വ്യക്തമായി കൊണ്ട് അള്ളാഹു പറയുകയും ചെയ്തിട്ടുണ്ടോ. സമയം വിശാലമാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അപ്പോ ഈ യാത്രയിലൂടെ നമുക്ക് ലഭ്യമായ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ യാത്രയിൽ അല്ലാഹുവിന്റെ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണാനിടയായിട്ടുണ്ട്. മിഅ്റാജ് യാത്രയിൽ പ്രവാചകൻ സ്വർഗം കണ്ടു, നരകം കണ്ടു, സുഖകരവും സങ്കരവുമായ പല കാഴ്ചകളും കണ്ടു. എന്തൊക്കെയാണ് വിധങ്ങൾ കണ്ട സുന്ദരമായ കാഴ്ചകൾ? ഈ യാത്ര ഏറ്റവും നയനാനന്ദമായ കാഴ്ച അല്ലാഹുവിനെ കണ്ടു എന്നതായിരുന്നു. അത് നമ്മൾ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞല്ലോ. അതോടൊപ്പം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നേർക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. മാത്രമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അല്ലാഹുവിനെയും കുറിച്ച് ശരീക്ക് ബിൻ അബീനമിൻ എന്നവർ പറയുന്നു. അനസ് ബിൻ മാലിക് എന്നവർ ഇസ്രാഇന്റെ ചരിത്രം പറഞ്ഞു തരുമ്പോൾ ആ ആദ്യം വിശദീകരിച്ച് പറഞ്ഞു, അള്ളാഹുവും പ്രവാചകരും അമ്പും വില്ലും പോലെ അടുത്തു. താൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവ്യ സന്ദേശമായി നൽകി. ഒട്ടനവധി നിരവധി നല്ല നല്ല കാഴ്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. മാത്രമല്ല അതെല്ലാം കഴിഞ്ഞ് സന്തോഷകരമായ കാഴ്ചകൾക്ക് പുറമെ മിഅ്റാജിന്റെ രാത്രിയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില ശിക്ഷകൾ കണ്ടു, ചില ദുരിതങ്ങളായ അനുഭവങ്ങൾ കണ്ടു. ഇൻഷാ അല്ലാഹ് അതുകൂടെ പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കാം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹൃദയം നിറങ്ങുന്ന കാഴ്ചകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റിപ്പോർട്ട് ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് എന്ന റിപ്പോർട്ട് ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലമ്മാ ഉർജിബി മറർതു ബിഖൗമിൻ, മിഅ്റാജിന്റെ രാവിലെ ഒരു സമുദായത്തിന്റെ അരികിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. എന്താണ് സമുദായം ചെയ്യുന്നത്? അദ്ഫാറും മിൻ നഹാസി, ചെമ്പിനാലുള്ള നഖങ്ങളെ കൊണ്ട് യഹ്മിഷൂന വുജൂഹും വസുദൂറഹും, അവരുടെ നെഞ്ഞുമുഖവും മാന്തിപ്പൊളിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിലൂടെ കടന്നുപോയി. അപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, യാ ജിബ്രീൽ ഖാല ഹൗലാ, ഈ വിഭാഗം ആളുകൾ ആരാണ്? എന്താണ് ഇവർ ചെയ്തതായ തിന്മ? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലദീന യഅ്കുലൂന ലുഹൂമൻ നാസ് വയഖഊന ഫീ ഔറാദിഹിം, അവർ ചെയ്ത ചെട്ടെന്നറിയുമോ? ജനങ്ങളുടെ മാംസം തിന്നും, നമീമത്ത് പറയും, യേശന് പറയും, പരദൂഷണം പറയും, ജനങ്ങളുടെ പച്ചമാംസം തിന്നുന്നവരാണവർ. മാത്രമല്ല വയഖഊന ഫീ ഔറാദിഹിം, മറ്റുള്ളവന്റെ അഭിമാനം തകർക്കുകയും അഭിമാനത്തിന് ക്ഷതമേൽക്കുകയും ചെയ്യുന്നവരാണതെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അബൂദാവൂദ് റിപ്പോർട്ട് ഹദീസാണ്. അതങ്ങനെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു വിഭാഗത്തെ കണ്ടു. എന്താ പോലെ പണി? തീ കൊണ്ടുള്ള ഖട്ടർ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം നാവായി മുറിക്കുന്ന ഒരു വിഭാഗത്തെ നരകത്തിൽ ഇത് കാണാൻ കഴിയുകയാണ്. ജിബ്രീലിനോട് ചോദിച്ചു, ആരാണ് ജിബ്രീലേ ഇവർ?
അള്ളാഹുവിന്റെ ഹബീബിനോട് ജിബീൽ പറഞ്ഞു കൊടുക്കുകയാണ്, അൽ ഖുതബാ ഉമ്മതിക, അങ്ങയുടെ ഉമ്മത്തിന്റെ പ്രഭാഷകരാണവർ. അവർ ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്നവരാണ്. അല്ലദീ യഅ്മുറു അന്നാസു ബിൽ ബിർരി, ജനങ്ങൾക്ക് ഗുണകാംക്ഷിക്കുന്ന ആളുകളാണ്. പക്ഷേ വയൻസൂന അൻഫുസഹും, ജനങ്ങൾ നന്മ കൽപ്പിക്കും, പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഒരു നല്ല കാര്യവും ചെയ്യൂല. വയറുപറയാനാണല്ലോ ഷാറാൻ, സ്വന്തം ജീവിതത്തിലില്ല. അങ്ങനെയുള്ള വിഭാഗമാണ്. അവരുടെ പണി എന്താണ്? തീ കൊണ്ടുള്ളതായ കെട്ടറ കൊണ്ട് തൻ്റെ മുഖവും നാവും മുറിച്ചെടുക്കുന്ന വിഭാഗം ആളുകളാണ്. സ്വന്തം നാവും വായി മുറിക്കുന്ന വിഭാഗമാണ്. നോക്കൂ, ഇതൊരു പോയിന്റാണ്. സ്വന്തം ജീവിതം സംശുദ്ധമാക്കാതെ തൻ്റെ വാക്കുചാരുത കൊണ്ടും ശബ്ദമാധുര്യം കൊണ്ടും ജനമനസ്സിൽ ഇടം നേടുകയും ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാതെയും ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയയിൽ തരംഗങ്ങളായ ആത്മാർത്ഥ തൊട്ടുതീണ്ടാത്ത പ്രകാശകന്മാർക്കുള്ള മുന്നറിയിപ്പാണത്. നമ്മളൊരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നവരാകണം. ഞാൻ തലസ്കരിക്കൂല, നിങ്ങളോട് ഞാൻ തലസ്കരിക്കാൻ പറയാ. ഞാൻ നന്മകളൊന്നും ചെയ്യൂല, മറ്റുള്ളവർ നന്മ ചെയ്യാൻ പറയുക. അത്തരക്കാർക്ക് നിലവിലുള്ള ശിക്ഷയാണ്. സ്വന്തം കൈകൊണ്ട് തീയിനാലുള്ള കട്ടർ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വായയും മുഖവും നാവുമൊക്കെയും അവരുടെ നാവും വായും അവര് വെട്ടിപ്പൊളിക്കുന്ന വിഭാഗമായിട്ടാണ് ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിഭാഗത്ത് കണ്ടത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇമാം ശഅറാവി തന്റെ മുഅ്ജിസത്തുൽ കുബ്റാവിൽ ഇസ്റാ മിഅ്റാജ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഇസ്രായിന്റെ രാത്രിയിൽ നബി തങ്ങൾ ഭയാനകരമായ കുറെ കാഴ്ചകൾ കണ്ടു. അതൊരു കാഴ്ച ഒരാൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പോവുകയാണ്. അവരുടെ തലകൾ പാറക്കല്ല് കൊണ്ടുടക്കുന്നു. പാറക്കല്ല് ഉപയോഗിച്ച് തല തല്ലി പൊളിക്കുന്ന ഒരു വിഭാഗത്തെയാണ് കാണുന്നത്. തല വെട്ടിപ്പൊളിയുന്നു, വീണ്ടും അതാ പഴയ രൂപത്തിലാകുന്നു, വീണ്ടും അതാ തല പൊട്ടിപ്പൊളിക്കുകയാ പൂർണ്ണ സ്ഥിതിയിലാകുന്നു, വീണ്ടും എടുക്കുന്നു. ആരുടെ അവസ്ഥയാണെന്ന് ചോദിച്ചപ്പോ ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു, തതസാഖലു റൂസുഹും അനിസ്വലാ, നിസ്കാരത്തെ ഭാരമായി കണ്ടവരാണ്, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്താത്തവരാണ്, മടി കാണിക്കുന്നവരാണെന്നർത്ഥം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ വലിയ തെറ്റാണ്. അത്തരക്കാരെ കുറിച്ച് ഖുർആൻ തന്നെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേറൊരു വിഭാഗത്തെ കണ്ടു കാണാനിടയായി. അവർക്ക് മുന്നിൽ പാകമായ രുചിയുള്ള മാംസത്തിന്റെ ഭക്ഷണമുണ്ട്, ഇപ്പുറത്ത് ചീത്തതായ മാംസവും ഉള്ള ഭക്ഷണമുണ്ട്. അവരതാ ആ സുന്ദരമായ നല്ല ഭക്ഷണം മാറ്റിവെച്ചിട്ട് ഇവിടെയുള്ള ആ ചീഞ്ചലമുള്ള ആ ഓരോ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോ ഇതാരാണെന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറയുകയാണ്, റിജാലു മിൻ ഉമ്മതിക തകൂനു ഇൻദ അഹദകുമുൽ മർഅതു ബിൽ ഹലാൽ വയദഉഹു വബുയൂത് ഇൻദ ഇംറഅത്തിൻ ഖബീസത്തിൻ അത്താ യുസ്ബിഹാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അനുവദനീയവും നല്ലതുമായ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് ചീത്ത സ്ത്രീയെ, വ്യഭിചാരത്തിന് നിരകുന്ന സ്ത്രീകളെ സമീപിക്കുന്ന പുരുഷനാണ് നല്ല ഭർത്താവിന് കൈയൊഴിഞ്ഞ് ചീത്ത ഹറാമായ വഴിയിലൂടെ വ്യഭിചരിക്കുന്ന സ്ത്രീകളുമാണ് എന്നവിടെ നിന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു. അഥവാ സ്വന്തം ശരീരത്തിൽ നിന്നും മാംസം മുറിച്ചത് ഭക്ഷിക്കുന്ന ചിലരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നരകത്തിൽ കണ്ടു. സ്വന്തം ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചെടുത്തുകൊണ്ട് അവരെന്ന് സ്വന്തം കഴിക്കുന്നത് ഇതാരാണെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബിനോട് അവിടെ നിന്ന് പറയുകയാണ്, ആ വിഭാഗം ആരാണെന്നറിയുമോ? കുല്ലു കമാ കുന്ത തഅകുലു അമൽ അഖീക, സ്വന്തം സഹോദരന്റെ പച്ചമാംസം ഭക്ഷിച്ചവരല്ലേ, അതുകൊണ്ട് നിങ്ങൾ സ്വന്തം മാംസം തന്നെ ഭക്ഷിച്ചോളൂ. അവരെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചപ്പോ മറുപടി ഇപ്രകാരമായിരുന്നു, താങ്കൾ സമുദായത്തിൽപ്പെട്ട മറ്റുള്ളവരെ പച്ചമാംസം ഭക്ഷിക്കുന്ന അവരുടെ രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന, ഇത് വലിയൊരു പോയിന്റാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കളാവട്ടെ കുടുംബങ്ങളാവട്ടെ പല ആളുകൾക്കും പല രഹസ്യങ്ങളുണ്ടാകും. അത് ചില തിന്മ തന്നെയായിരിക്കും. അത് പരസ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അയാളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം വേണം, അല്ലെങ്കിലോ അയാളെ തിരുത്താൻ നമ്മൾ ആദ്യം ശ്രമിക്കണം.
നമ്മൾ തിരുത്തിയിട്ടൊന്നാണെങ്കിൽ നന്നാവണില്ല. അപ്പൊ പിന്നെ നമുക്കുള്ള മാർഗം എന്താണ്? അയാൾ ശരി മറ്റൊരാൾ പെടരുത് എന്ന് സന്തോഷത്തോടു കൂടിയാണ് പരസ്യപ്പെടുന്നത്. അതല്ലാതെ ഒരാൾ അഭിമാനം തകർക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണെങ്കിൽ ഗൈബത്താണ്, ഇല്ലാത്തതാണെങ്കിൽ കദിബാണ്. രണ്ടും തെറ്റ് തന്നെയാണ്. അത്ര വിഭാഗം ആളുകൾക്കുള്ള ശിക്ഷയാണ്. ഇങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് കാഴ്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ മിഅ്റാജിന്റെ ആഹ്വാനമാണ് നമ്മുടെ നമസ്കാരം എന്നുള്ളത്. മിഅ്റാജിന്റെ സമ്മാനം, റജബിന്റെ ആഹ്വാനമാണ് നിസ്കാരം. മിഅ്റാജിന്റെ സമ്മാനമാണ് നിസ്കാരം. അള്ളാഹുവിന്റെ പ്രവാചകർ വിളിച്ചാനയിച്ച് ആനാകാതെ സ്വീകരിച്ച് സമുദായത്തിന് നൽകാൻ കൊടുത്തയച്ച അമാനത്താണ് നിസ്കാരം. അത് നിർവഹിക്കാത്തവൻ, അതിന് ഗൗനിക്കാത്തവൻ, അതിനു വേണ്ടി സമയം ചെലവഴിക്കാനില്ലാത്തവൻ എങ്ങനെയാണ് മുസ്ലിമാവുക? മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളെ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ പ്രഥമ സ്ഥാനം നൽകപ്പെട്ടത് 5 നമസ്കാരത്തിലാണല്ലോ. നാളെ മഹ്ശറിൽ ആദ്യമായി ചോദ്യപ്പെടുന്ന നിസ്കാരം തന്നെയാണ്. 50 വക്ത് നമസ്കാരം ഉണ്ടായ നിസ്കാരത്തെ നമുക്ക് വേണ്ടി അള്ളാഹുവിനും മൂസാ നബിക്കുമിടയിൽ 9 പ്രാവശ്യം ഓടി നടന്ന് 5ലേക്ക് ചുരുക്കിയെന്ന ആ ഹബീബിനോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നമസ്കാരം ഒഴിവാക്കാൻ കഴിയുക? മിഅ്റാജിന്റെ ഓർമ്മ നമ്മുടെ നിസ്കാരം പുതുക്കുക എന്ന് തന്നെയാണ്. മിഅ്റാജ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടാവുമായുള്ള കൂടിക്കാഴ്ചക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്കാരത്തിന് അംഗശുദ്ധി വരുത്തി. അള്ളാഹുവിനെ കാണാൻ വേണ്ടിമുണ്ട് സിദ്റത്തുൽ മുൻതഹയിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂഓടുകൂടിയാണ് അള്ളാഹുവിന്റെ അരികിലേക്ക് പോകുന്നത്. അങ്ങനെ വുദൂ വരുത്തുന്ന പോലെ ശുദ്ധീകരിച്ചു. ശേഷം ബാങ്കും ഇഖാമത്തും കേൾക്കാനിടയായപ്പോ പ്രവാചകർ ചോദിച്ചു, എന്താണ് ജിബ്രീലേ ഇത്? ജിബ്രീൽ എവിടെ നിന്ന് പറഞ്ഞു, റബ്ബുമായുള്ള കൂടിക്കാഴ്ച നടന്നത് തന്നെയല്ലേ തങ്ങളെ നിസ്കാരം. അതുകൊണ്ട് നിസ്കാരം ശുദ്ധീകരിക്കുന്നത് പോലെ തന്നെ ഇവിടെയും ശുദ്ധിയാവണം. അഥവാ ഈ സംഗമം പവർ കൂടിയ നിസ്കാരമാണ്. നിസ്കരിക്കുമ്പോൾ നാം എല്ലാവരും റബ്ബിനോട് മുനാജാ നടത്തുകയാണ് എന്ന സൂചനയും ഈ മറുപടിയിലുണ്ടോ? നീ റബ്ബിനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്ന ബോധത്തോടെ നിസ്കരിക്കണമെന്ന് നാം മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹ് എങ്ങനെയാണ് ഇബാദത്ത് എടുക്കേണ്ടത്? നീ റബ്ബിനെ കാണുന്നത്, റബ്ബ് നിന്നെ കാണുന്നുണ്ട് എന്ന ചിന്തയോടെയാണ് നിങ്ങൾ നമസ്കാരം നിർവഹിക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചാണ്. ഇഹ്സാനോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണല്ലോ. അത് ആരോഗ്യവും സന്ദർഭവും അനുയോജ്യമായിട്ടും നിസ്കാരത്തെ നിസ്സാരവൽക്കരിക്കുന്ന ചില മുസ്ലിം നാമധാരികൾക്ക് ശക്തമായ താക്കീതും ഈ മിഅ്റാജ് രാത്രിയിലെ ഈ കാഴ്ചകളിലുണ്ട്. ഓരോ വർഷവും മിഅ്റാജ് കടന്നു വരുമ്പോൾ പ്രവാചക സമുദായത്തിന് സമ്മാനമായി നൽകപ്പെട്ട നിസ്കാരത്തിന്റെ വാർഷികം കൂടിയാണെന്ന് നാം മറക്കാതിരിക്കുക. നിസ്കാര കാര്യങ്ങളിൽ ഒട്ടും ജാഗ്രത പുലർത്താത്ത ആളുകൾ പുനർചിന്തനത്തിനുള്ള അവസരം കൂടിയാണ് മിഅ്റാജ്. ജാഗ്രതയാവുക, നമ്മൾ 5 നിസ്കരിക്കുന്നവരാവുക. നമ്മുടെ മക്കളെ കൊണ്ട് ഏത് പ്രതിസന്ധിഘട്ടത്തിലും 5 നിസ്കരിക്കുന്ന, കഴിവിന്റെ പരമാവധി പള്ളിയിൽ ജമാഅത്തിന് വേണ്ടി പറഞ്ഞേക്കുന്ന ഒരു ഗുണവിശേഷണ ബുദ്ധി നമ്മളൊക്കെ നേടിയെടുക്കുക. അതുപോലെ വീട്ടിലുള്ള സഹോദരിമാർ കഴിവിന്റെ പരമാവധി കഴിയുന്ന സമയത്തൊക്കെ ജമാഅത്തായി നമസ്കരിക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ വലിയ സുഖമുള്ളതാണ്. സുബ്ഹി ബാങ്ക് 5:25-നാണ്, 27-നാണ്, 28-നാണ് ഇന്ന് അല്ലേ? കാണപ്പെടാം 5:48. ഇത്രയും വലിയൊരു സമയം നമുക്കുണ്ടായിട്ടും ഇപ്പോഴും സുബ്ഹി നമുക്ക് ആവുന്നുണ്ടെങ്കിൽ 6:50 വരെ സുബ്ഹിന്റെ സമയമുണ്ട്. 6:45 കഴിഞ്ഞിട്ട് ഉദയം തന്നെ വരുന്നത്. ഇത്ര വലിയ സമയമുണ്ടായിട്ട് പോലും ഇപ്പോഴും സുബ്ഹി ആക്കുന്ന സഹോദരങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, സഹോദരിമാർ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ അവരെ ഉണർത്തിക്കൊണ്ട് കൃത്യമായി നിസ്കരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ പുറത്താവുക. നമ്മളൊക്കെയും കഴിവിന്റെ പരമാവധി നിസ്കാരത്തോടൊപ്പം മറ്റുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, ദുഹയാവട്ടെ, തഹജ്ജുദാവട്ടെ, വിത്റാവട്ടെ, തഹീത്താവട്ടെ, മറ്റുള്ള നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മകളൊക്കെയും ചെയ്യുക. അതിൽ ഇമ്പോർട്ടൻ്റ് നമസ്കാരങ്ങൾ കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്കിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും കാണലും ഒക്കെ നമ്മെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. 3 സലാത്ത് ചെയ്തു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد أرحم الراحمين مالك الملوك يا രാജാധിരാജനായ റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളുടെ സംഗമം നീ സ്വീകരിക്കണം അല്ലാഹ് ഇവിടെ ഞങ്ങൾ ചെലവഴിച്ച ഓരോ സെക്കൻഡുകളും നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങൾ പറഞ്ഞതിലും കേട്ടതിലും പഠിച്ചതിലും വല്ല അപാകത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണം അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകണം അല്ലാഹ് നിന്റെ മിത്ല തവാബ് ഞങ്ങൾ ഉറ്റവർ ഉടയവർ സ്നേഹിതന്മാർ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയുണ്ടോ അവിടെയൊക്കെയും ഖബറിലേക്ക് എത്തിക്കണം അല്ലാഹ് വിശിഷ്യായി വിനീതന്റെ പിതാവ് മരണപ്പെട്ട മാസം കൂടിയാണ് റജബ് അല്ലാഹുവേ ആ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറിലേക്ക് നിന്റെ മിത്ല തവാബ് നീ എത്തിക്കണം അല്ലാഹ് ഞങ്ങളുടെ ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ ഹസനാത്തുകളും അതിൻ്റെയൊക്കെ മിത്ല തവാബിനെ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളിലേക്ക് എത്തിക്കണം അല്ലാഹ് ഞങ്ങളുടെ മദ്രസയുടെ ചാരർ പള്ളിക്കാട് നിമിഷത്തെ വിശ്വാസികൾ റഹ്മാനെ അവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ് അവരുടെ ഖബറിടം നീ കണ്ണെത്താ ദൂരത്തോളം വിശാല നൽകണം അല്ലാഹുവേ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മോഹങ്ങളുണ്ട് അഭിലാഷങ്ങളുണ്ട് റഹ്മാനെ പവിത്രമാക്കപ്പെട്ടതായി മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കി തരണം അല്ലാഹ് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരണം അല്ലാഹുവേ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഹോസ്പിറ്റലുണ്ട് വീടുകളിലുണ്ട് സുഹൃത്തുക്കളുണ്ട് എല്ലാവർക്കും നീ പരിപൂർണ ശിഫ നൽകണമല്ലോ ഷാഫിയായ കാഫിയായ നാഥാ നീ പരിപൂർണ ശിഫ നൽകണമല്ലോ അതിനൊരു സബബായി ഞങ്ങളുടെ സംഗമം നീ സ്വീകരിക്കണമല്ലോ അല്ലാഹുവേ അഞ്ചു നമസ്കാരം കൃത്യമായി നിർവഹിക്കാനുള്ള സൗഭാഗ്യം നൽകണമല്ലോ ഏത് തരത്തിലും റബ്ബിനെ മറക്കുന്നിടത്ത് നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമല്ലോ ഹറാമായ ചിന്തകളെ തൊട്ട് പ്രവർത്തനങ്ങൾ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമല്ലോ ഈ പരിശുദ്ധമാക്കപ്പെട്ടതായ റജബുൽ ശഅബാൻ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണമല്ലോ പരിശുദ്ധ റമദാനിലേക്ക് ഞങ്ങളെ നീ അടുപ്പിക്കണമല്ലോ പരിശുദ്ധ റമദാൻ വരവേൽക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും നൽകണമല്ലോ ദീർഘായുസ് നൽകണമല്ലോ ഇനിയുള്ള ഈ വിലപ്പെട്ട ദിനരാത്രി ധാരാളം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണമല്ലോ ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകണമല്ലോ ഷർറിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കണമല്ലോ അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നീ സഫലീകരിക്കണമല്ലോ ദുനിയയും ഉഖ്റയുമായ എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി തരണമല്ലോ കടങ്ങൾ വീട്ടി തരണമല്ലോ പരീക്ഷയിൽ നിന്ന് മക്കൾക്ക് ഉന്നതമായ വിജയം നൽകണമല്ലോ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു അവസാനം ഉണ്ടാക്കി തരണമല്ലോ അല്ലാഹുവേ നാളെ മരിക്കുന്ന സമയത്ത് ഒരാൾക്കും സാമ്പത്തികമായോ ശാരീരികമായോ ഒരു ബാധ്യതയുമില്ലാതെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും വേദനിപ്പിക്കാതെ ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ ഹൃദയ ശുദ്ധീകരണത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഈ ലോകത്ത് വിട പറയാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണമല്ലോ മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാൻ സലാമത്തായി കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ റഹ്മാനെ ഒരുപാട് കാലം നിന്റെ ദീനിന്റെ ഖിദ്മത്ത് എടുക്കാനുള്ള സൗഭാഗ്യം നൽകണമല്ലോ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين سيدنا النبي المرسل الحمد لله رب العالمين എല്ലാവരും നിങ്ങളുടെ വിലയേറിയ ദുആകളിലൊക്കെ ഇനിയും കുടുംബത്തെയും ഉൾപ്പെടുത്തി വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.